ഇന്നത്തെ റെസിപ്പി സോയ ചങ്ക്സ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ അടിപൊളി ടേസ്റ്റിൽ ഒരുക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ സോയ ചങ്ക്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും പിന്നെ ഇതിലേക്ക് എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനും വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ മുമ്പ് തന്നെ സോയ ചങ്ക്സ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം 3-4 തവണ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ആണിത്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടലമാവ്, സോയ ചങ്ക്സിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനും വേണ്ടിയിട്ട് 1.25 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, 3/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വലിയൊരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ചേർത്ത് സോയ ചങ്ക്സ് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ ചെറുനാരങ്ങ നീരിന് പകരമായിട്ട് 1-1.5 ടേബിൾ സ്പൂണൊക്കെ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോഴായിരിക്കും സോയ ചങ്ക്സിലൊക്കെ എരിവും പുളിയൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവുക. ഈ സോയ ചങ്ക്സ് ഫ്രൈ നമുക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനായാലും വേറെ എന്തെങ്കിലും കൂടെ ഡിപ്പായിട്ടൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്ത പോലെ എന്തായാലും സോയ ചങ്ക്സ് കിട്ടുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല പോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് മിക്സ് ഇത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി ഈ സോയ ചങ്ക്സ് ഫ്രൈ ആക്കി എടുക്കാനായിട്ടുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ സോയ ചങ്ക്സ് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സോയ ചങ്ക്സ് ഓരോന്നായിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാതെ ഒരുപാട് സോയ ചങ്ക്സ് എടുത്തിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇത് നല്ലപോലെ പൊട്ടി പിടിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുക. അപ്പോൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതേ രൂപത്തിൽ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറായി കിട്ടുന്നവരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരുപാട് സമയം അങ്ങോട്ട് ഫ്രൈ ആക്കി ക്രിസ്പി ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സോയ ചങ്ക്സ് കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയി എന്ന് തോന്നിയാൽ തന്നെ എണ്ണയിൽ നിന്നും സോയ ചങ്ക്സ് മാറ്റേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന സോയ ചങ്ക്സ് ഫസ്റ്റിൽ ബാച്ച് ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള സോയ ചങ്ക്സും ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ സോയ ചങ്ക്സ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് തന്നെ ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണെങ്കിൽ ഒരുപാട് ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. നമ്മൾ ഈ സോയ ചങ്ക്സ് ഈ ഒരു രീതിക്ക് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിരുന്ന പാത്രത്തിൽ സോയ ചങ്ക്സ് ഒക്കെ അല്പമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള സോയ ചങ്ക്സിലേക്ക് നമുക്ക് ഇതേ ഓയിലിലേക്ക് തന്നെ 2-3 പച്ചമുളക് നെടുകെ കീറിയതും ഒരല്പം കറിവേപ്പിലയും 1-2 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതും കൂടെ നമുക്ക് ഈ സോയ ചങ്ക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സോയ ചങ്ക്സ് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും അതും ഉണ്ടാകും. അപ്പോൾ സോയ ചങ്ക്സ് എപ്പോഴും നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് അല്ലെങ്കിൽ വരട്ടിയെടുക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഫ്രൈ ആക്കി നോക്കിയിട്ടില്ലാത്തവരെന്തായാലും ഫ്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. പിന്നെ ആരെങ്കിലും ഒക്കെ നമ്മുടെ ചാനൽ പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.